ഹായ് ഹലോ എല്ലാവർക്കും ഒരു കുഞ്ഞി വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഡിസംബർ 1 ഇവിടെ നാഷണൽ ഡേയുടെ ഒരു 3-4 ദിവസം അടുപ്പിച്ച് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പുറത്ത് പോയിട്ടുള്ള കുറച്ച് വിഷ്വൽസൊക്കെ കൂടി ചേർത്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. ആദ്യത്തെ ദിവസം നമ്മളിവിടെ അടുത്തൊരു വാട്ടർ പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി. ഇപ്പോൾ കൂടുതലും കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കാൻ പറ്റുന്ന കുറച്ച് നേരം അവരെയും കൊണ്ട് ഓടിക്കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നോക്കിയാണ് നമ്മൾ കൂടുതലും പുറത്തോട്ട് ഇറങ്ങാറ്. ഇത് ഡിസംബർ സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വലുതായിട്ട് തണുപ്പായി തുടങ്ങിയിട്ടില്ല, ചെറുതായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആയി വരുന്നേ ഉള്ളൂ. ഞങ്ങളൊരു 5-5:30 ആയപ്പോഴായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേന് സൺസെറ്റൊക്കെ കഴിഞ്ഞു. എങ്കിലും നല്ലൊരു ക്ലൈമറ്റായിരുന്നു, നല്ല ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇരിക്കാൻ. ഒരു 2-3 മണിക്കൂർ നമ്മളവിടെ കളിച്ചെങ്കിലും കാര്യമായിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല. ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു കടലല്ല, പക്ഷേ ഇങ്ങനെ കയറി കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അവർ സെറ്റ് ചെയ്തേക്കുന്നതായിരിക്കണം, എനിക്കറിയില്ല. അങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം പോയി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ ഫുൾ ടൈം ഇവിടെ പുല്ലിൽ വീട്ടിൽ ഉരുണ്ട് കളിക്കുന്ന പോലെ തന്നെ പുല്ലിൽ രണ്ടുപേരും കൂടി കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചിട്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് ഏരിയയിൽ വന്ന് അവിടെയും കുറേയേറെ നേരം ഓടിക്കളിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇങ്ങനെ മിക്കി മൗസും ഒരു ജോക്കർ പോലെയൊക്കെ വന്നിട്ട് അവിടെ പാട്ടിട്ട് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് മിക്കി മൗസിനെ ഒന്നും ഇതുവരെ അത്ര ഇങ്ങോട്ട് പരിചയമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം ആ പാട്ട് കേട്ട് അവിടെ നിന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് പോയിട്ട് പിന്നെയും ഓടിക്കളിക്കാനെ കൊണ്ടിട്ട് നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ഏരിയയിലോട്ട് തന്നെ വന്നു. ആദ്യത്തെ ദിവസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസം പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലായിരുന്നു. നമ്മൾ വിജയമാമനെയും പാറുമ്മയും കാണാനെ കൊണ്ടിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് അവരുടെ സ്ഥിരം കലാപരിപാടിയാണിത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസം നമ്മളെങ്ങും ഇറങ്ങിയില്ല. ഇതിപ്പോൾ ലാസ്റ്റ് ഡേയുടെ അന്ന് നമ്മളിവിടെ ഒരു ചിൽഡ്രൻസിൻ്റെ പാർക്കുണ്ട്. മെയിനായിട്ട് സ്കേറ്റിംഗ് ചെയ്യാൻ പരുവത്തിനാണ് ഒരു ഏരിയ ഫുള്ളായിട്ട്. അതിന് പരുവത്തിനിങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ സ്ലോപ്പായിട്ടും കുഴിയായിട്ടും നടക്കുന്ന രീതിയിൽ എല്ലായിടത്തും സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നൊരു സ്ഥലം. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാനെ കൊണ്ടിട്ട് പറ്റിയില്ല. നിറയെ കുഞ്ഞുങ്ങളായിരുന്നു. വീക്കെൻഡും ഹോളിഡേയ്സും എല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് ശരിക്കും തിരക്കുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു 5-5:30 സമയത്തിനാണ് ചെന്നത്. അതുകൊണ്ട് പാർക്കിങ് കിട്ടി. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒന്നും പാർക്കിംഗ് ഇല്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഏരിയയൊക്കെ ആ സ്കേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ നിന്നാൽ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് വന്ന് ഇവിടെ ഇരുന്ന് കുറച്ച് നേരം. പിന്നെ അവിടെയും ഇതിൻ്റെ മണ്ടേ കൂടി കയറി ഇറങ്ങി വീണിട്ടല്ലോ എന്നോർത്ത് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇപ്പുറത്ത് ഫ്രണ്ട് സൈഡിലോട്ട് പോയി. ഈ പാർക്കിലും നല്ല ഏരിയ ഉണ്ട്. കുഞ്ഞുങ്ങളെ കൊണ്ട് പോയാൽ ഒരു 2-3 മണിക്കൂർ സുഖമായിട്ട് അവർ കളിക്കാൻ പരുവത്തിന് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഇവിടെ. അത് ഫ്രണ്ട് ഏരിയയാണ്. ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് കുറച്ച് നേരം ഈ വെള്ളം വാട്ടർ ഫൗണ്ടൻ പോലെ അത് കണ്ട് അവിടെ കുറച്ച് നേരം ഓടിക്കളിച്ചുകൊണ്ട് നടന്നു. രാത്രിയിൽ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ കളിച്ച് അത്യാവശ്യം സന്ധ്യയായി. അപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായി. കുറച്ച് നേരം പിന്നെയും നമ്മൾ അവിടെ തന്നെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പോകാനെ കൊണ്ടിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഡാൻസ് കളിക്കുന്നുണ്ട് പിരികുട്ടൻ ഡാൻസ് കളിക്കുന്നത് അതുപോലെ. What's happening? Whoa! Whoa!
It looks like a giant fish. Fire! So, stick up together. Run in the water. തിരിച്ചു പോരാനെ കൊണ്ട് വന്നപ്പോഴാണ് ആ സ്കിറ്റ് അവിടെ കണ്ടത്. അപ്പോൾ അത് കണ്ട് കുറച്ച് നേരം നിന്നു. പൃഥ്വിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പക്ഷേ ഭൂമിക്കുട്ടിന് പേടിയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം കണ്ടിട്ട് പോന്നു. അവിടെ തന്നെ ഇങ്ങനെ ഓരോ കണ്ടെയ്നറിൽ ഓരോ രാജ്യത്തിൻ്റെയും പല ടൈപ്സ് ഫുഡിൻ്റെയും അങ്ങനെയായിട്ട് ഓരോ ഇതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക, ഓരോ ഷോപ്പ് പോലെ. അപ്പോൾ നമ്മളിവിടെ നിന്നൊരു മെക്സിക്കൻ ഇതിൽ കയറി ഫുഡ് കഴിച്ച് നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ ഹോളിഡേയ്സും വീക്കെൻഡും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ കുട്ടി വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്